ഹായ്, കഴിഞ്ഞ കൊടൈക്കനാൽ സ്റ്റോറിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടൈക്കനാലിൽ മന്നവന്നൂരിൽ ശശിയേട്ടൻ്റെ ഒരു മഡ് ഹൗസ് ഹട്ടിലൊക്കെയുള്ള താമസവും അവിടുത്തെ ക്യാമ്പിങ്ങും അവിടുത്തെ ആക്ടിവിറ്റിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിലുള്ളത്. ഈ ഭാഗം നമ്മുടെ ഒരു വെള്ളഗവി, കൊടൈക്കനാലിൽ തന്നെ ഒരു പഴയ വില്ലേജ് ആയിട്ടുള്ള വെള്ളഗവിയിലേക്കുള്ള ട്രക്കിങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ ക്യാമ്പിങ്ങും ആക്ടിവിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൊടൈക്കനാലിൽ ഇപ്പോൾ നല്ല കോടയും അതുപോലെ തന്നെ ചാറ്റൽ മഴയാണ്. എന്തുകൊണ്ടും ഒരു യാത്ര വരാൻ പറ്റിയ സമയമാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പോൾ നമ്മുടെ യാത്രയിലേക്ക് കിടക്കാം. നമ്മുടെ വാഹനം വട്ടക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലം വരെ നമുക്ക് റോഡുണ്ട്. നമുക്ക് അതുവരെ നമ്മുടെ വാഹനം വരും. ഈ കാണുന്ന ഗേറ്റിൽ നമ്മുടെ വാഹനം നിർത്തിയിട്ട് പിന്നെ നമ്മൾ ട്രക്ക് ചെയ്യണം. നമ്മൾ ഏകദേശം ഈ വട്ടക്കനാലിൽ നിന്ന് 8 കിലോമീറ്ററിലധികം നമുക്ക് ട്രക്ക് ചെയ്യണം. ട്രക്കിംഗ് പാത്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലത്തെ റോഡൊന്നുമില്ല. ഇത് കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഈ റോഡുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള കാടിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ ട്രക്ക് ചെയ്യാൻ. ഈ കാട്ടിൽ വൈൽഡ് ആനിമൽസ് ഉണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ നമുക്കതിൻ്റെ പ്രസൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ മുന്നേ കുറേ വീഡിയോകളൊക്കെ കണ്ടിരുന്നു. ധോള് അതുപോലെ തന്നെ സാമ്പാർ ഡീറിൻ്റെയൊക്കെ വീഡിയോ കണ്ടിരുന്നു. ഇവയൊക്കെ ഈ കാട്ടിലുണ്ടെങ്കിലും നമുക്കതിൻ്റെ പ്രസൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളഗവി എന്ന് പറഞ്ഞാൽ കൊടൈക്കനാലിൽ ഒരു 400 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പഴയ വില്ലേജാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ഡോൾഫിൻ നോസിൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു ബോർഡ് കാണാം. വെള്ളഗവിയെ കുറിച്ചിട്ടുള്ള കുറച്ചൊരു കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ബോർഡാണ്. ഈ കാണുന്നതാണ് ഡോൾഫിൻ നോസ്. ഡോൾഫിൻ്റെ നോസ് പോലെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു പാറയാണ്. ഈ പാറേൻ്റെ മുകളിൽ പലരും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി കയറാറുണ്ട്. പക്ഷേ ഒരു അപകടമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴിയാണ്. പിന്നെ അപ്പുറം തൊട്ടപ്പുറം നല്ല കോടമഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി എല്ലാം കുറവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ അതിൻ്റെ മേലെ കയറാൻ. ഈ ഡോൾഫിൻ നോസിൻ്റെ പോയിന്റ് മുതൽ നമുക്ക് വെള്ളഗവി വില്ലേജ് വരെ ഏകദേശം 8 കിലോമീറ്റർ വൺ സൈഡ് ദൂരമുണ്ട്. ഈ 8 കിലോമീറ്റർ നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ ട്രക്ക് ചെയ്യുന്നത് നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ട്രക്കിംഗ് ഒക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ട്രക്ക് ചെയ്തു പോകുന്നത്. മറ്റൊരു തരത്തിലുള്ള ആക്ടിവിറ്റിയോ മറ്റ് റിസോർട്ടുകളോ ഒന്നും തന്നെ ഈ വെള്ളഗവിക്ക് പോകുന്ന റൂട്ടിലൊന്നുമില്ല. ഒരൊറ്റ റിസോർട്ട്, ചെറിയൊരു റിസോർട്ട് ഹട്ട് ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം മാത്രമുണ്ട്. ടെൻറ്റ് സ്റ്റേക്കുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ നമുക്കുള്ളത് വെള്ളഗവിയിൽ വില്ലേജിൻ്റെ ഉള്ളിൽ ഏറ്റവും ടോപ്പിലാണ് ഒരു നമ്മുടെ താമസവും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉള്ളത്. നമ്മുടെ മുരുകണ്ണൻ്റെ ടെൻറ്റ് സ്റ്റേ ആണ്. അപ്പോൾ ആ ടെൻറ്റ് സ്റ്റേ ബുക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം. നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ മരങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത് ഈ വില്ലേജിലുള്ള ആളുകളാണ്. അവർക്ക് വേണ്ട വിറക്, മരങ്ങൾ അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഇവർ തല ചുമടായിട്ട് തന്നെ കൊണ്ടുവരണം. മറ്റൊരു സംവിധാനങ്ങളും ഈ വില്ലേജിലേക്കില്ല. പിന്നെ കുറച്ച് ലഗേജുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് കുതിര, ഇതുപോലത്തെ കുതിരേൻ്റെ സംവിധാനങ്ങളുണ്ട്. കുതിരപ്പുറത്താണ് അവർ ഈ സാധനങ്ങളൊക്കെ മിക്കവാറും കൊണ്ടുവരിക. വീട്ടിലേക്കുള്ള അരികൾ, മറ്റ് സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ കുതിരപ്പുറത്ത് കയറ്റിയിട്ടാണ് അവർ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വില്ലേജ് നിവാസികളുടെ ഏറെ കാലത്തെ ഒരു ആവശ്യമാണ് ഇവിടേക്ക് റോഡ് വരിക എന്നുള്ളത്. ഒരുപാട് വർഷമായി അവർ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ റോഡ് ഏകദേശം റെഡി ആയി എന്നാണ് അവർ പറയുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുന്നതിനാട്ടി മുന്നേ ഇവിടെ റോഡിൻ്റെ പണി പൂർത്തിയാക്കും. വില്ലേജ് വരെ പൂർണ്ണമായിട്ടും റോഡാവും എന്നാണ് ഇവർ പറയുന്നത്. നമ്മളെപ്പോലെയുള്ള സഞ്ചാരികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു അഡ്വഞ്ചർ ടൂറിസം ആയിട്ട് തോന്നുമെങ്കിലും ഈ വില്ലേജ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവരെ സൗകര്യങ്ങൾക്ക് വളരെയധികം കോട്ടം പറ്റുന്നതാണ് ഇവിടെ ഒരു വഴിയില്ല, റോഡില്ല എന്നുള്ളൊരു കാര്യം. ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 90 കുടുംബങ്ങളുണ്ട് ഈ വില്ലേജിൻ്റെ ഉള്ളിൽ. അവർക്ക് വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾ, അവർക്കൊരു അസുഖം വന്ന ആശുപത്രിയിൽ പോകാൻ വേണ്ട സൗകര്യങ്ങൾ, ഇതൊക്കെ അവർക്ക് ഈ ഒരു റോഡ് വന്നാൽ മാത്രമേ സാധ്യമാവുള്ളൂ. അതുപോലെ തന്നെ ഈ വില്ലേജിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ 5ാം ക്ലാസ് വരെയുള്ള സ്കൂൾ മാത്രമേ വില്ലേജിൻ്റെ ഉള്ളിലേക്കുള്ളൂ. ആ വില്ലേജിൻ്റെ ഉള്ളിലുള്ള ഈ സ്കൂളിലേക്ക് ഒരു ടീച്ചർ ആഴ്ചയിൽ വന്ന് അവിടെ താമസിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കും. 5ാം ക്ലാസ്സിന് മുകളിലേക്ക് അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ വില്ലേജിൻ്റെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരം അവർ തനിയെ നടന്നു പോയി വരണം. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഈ ഒരു റോഡ് വന്നാൽ മാത്രമേ സാധ്യമാവുള്ളൂ. അങ്ങനെ നമ്മൾ വില്ലേജിൻ്റെ അടുത്തേക്ക് എത്താനായപ്പോൾ ഇതുപോലത്തെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേ സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേ സൗകര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ടെൻറ്റ് സ്റ്റേക്കുള്ള സൗകര്യം. ഇവർക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് ഇതാ താഴെ കാണുന്ന ഇതുപോലത്തെ സിമൻറ്റ് തറയിൽ അവർ ടെൻറ്റ് അടിക്കും. അങ്ങനെ അവർക്ക് താൽക്കാലികമായിട്ട് സ്റ്റേക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് കാണുന്നത് ആ കോട നിറഞ്ഞ ഭാഗത്തൊക്കെ കാണുന്നത് നല്ല വ്യൂ പോയിന്റുകളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കോട നിറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഈ കാണുന്ന ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ടെൻറ്റ് സ്റ്റേക്കുള്ള സൗകര്യം മാത്രമേ ഈ ഒരു വഴിയിലുള്ളൂ. പിന്നെ വില്ലേജിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുന്ന മുരുകണ്ണൻ്റെ ഒരു ടെൻറ്റ് സ്റ്റേ കൂടെ ഉണ്ട്.
അങ്ങനെ നമ്മൾ വില്ലേജിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം നമ്മൾ നടന്നു കേട്ടോ. നമ്മൾ ഈ വില്ലേജ് വരെ എത്തണമെങ്കിൽ ഏകദേശം ഈ ഒരു 8 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം എന്നുള്ള സമയം നമ്മളെടുത്തത് ഏകദേശം ഒരു 3-3.5 മണിക്കൂറാണ്. ആ മരങ്ങൾക്കിടയിൽ കാണുന്ന ചെറിയ ചെറിയ വീടുകളില്ലേ, ഇതാണ് വെള്ളഗവി വില്ലേജ്. വെള്ളഗവി എന്നുള്ള പേരിന് അർത്ഥം ഇവർ പറഞ്ഞു തന്നത്, ഗവി എന്ന് പറഞ്ഞാൽ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമം എന്നാണ്. വെള്ളഗവി എന്ന് പറഞ്ഞതുകൊണ്ട് വെള്ളക്കാർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ഒരു കാരണത്താലാണ് ഈ സ്ഥലത്തിന് വെള്ളഗവി എന്നുള്ള പേര് വന്നത്. നമ്മളെ നാട്ടിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലേൻ്റെ ബോർഡറിലായിട്ട് ഒരു ഗവി ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ആയിരിക്കണം അർത്ഥം. ഗവി എന്ന് പറഞ്ഞാൽ ഈ മലകളാൽ ചുറ്റപ്പെട്ട് അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലം. നമ്മൾ സാധാരണ പുഴകളാൽ ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് ദ്വീപ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിന് പറയുന്നത് ഗവി എന്നായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മളെ പത്തനംതിട്ട ഗവിക്കും അതുപോലെ തന്നെ പേര് വന്നിട്ടുണ്ടാവുക. എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഇവിടുത്തെ ഗവി എന്ന് പേര് വരാൻ കാരണം ഇവിടുത്തെ ആളുകൾ പറഞ്ഞു തന്ന കാരണം ഇതാണ്. ഇതാ ഒരു കുതിരപ്പുറത്ത് കുറേ സാധനങ്ങൾ കെട്ടിവെച്ച് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലുള്ളവരുടെ കൃഷി സാധനങ്ങളും മറ്റും കൊടൈക്കനാലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കുതിരപ്പുറത്ത് കെട്ടിവെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ട്രാൻസ്പോർട്ടേഷനിലെ മെയിൻ കാര്യം ഇതുപോലെ തന്നെ കുതിര സഫാരിയാണ്. കുതിര സഫാരി എന്ന് പറയുമ്പോൾ ആളുകളെ കയറ്റുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതുപോലെ സാധനങ്ങൾ കയറ്റാൻ മാത്രമേ കുതിരയെ ഉപയോഗിക്കാറുള്ളൂ. ആളുകൾ കാൽനടയായിട്ട് നടന്നു തന്നെ പോകണം. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വെള്ളഗവി എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ 90 കുടുംബങ്ങളുണ്ട്. ഈ 90 കുടുംബങ്ങൾക്കായിട്ട് 24 അമ്പലങ്ങളുണ്ട് ഈ ഒരു വെള്ളഗവി വില്ലേജിനകത്ത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം ഇവരുടെ പുണ്യഭൂമി ആയിട്ടാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നടക്കുമ്പോൾ, ഈ ഒരു പ്രദേശത്ത് നടക്കുമ്പോൾ ഇവർ ചെരുപ്പിടാറില്ല എന്നുള്ളൊരു മെയിൻ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ വന്നപ്പോഴും ഒരു ചെരുപ്പിടേണ്ട കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇവരുടെ നിലയൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് സിമെൻറ്റ് തറയാണ് ഇവരുടെ മുന്നും മുറ്റും അതുപോലെ തന്നെ ഇവരുടെ പ്രദേശം ആകെ ഉള്ളത്. ഒന്നെങ്കിൽ പാറയൊക്കെ വെട്ടി നല്ല നികത്തി നല്ല മിനുസാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സിമെൻറ്റ് തറയായിരിക്കും. പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളുള്ള കാരണത്താൽ തന്നെ ഇവർ അധികം ചെരുപ്പ് ഉപയോഗിക്കാറില്ല എന്നാണ് ഈ വെള്ളഗവിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ വില്ലേജിലുള്ള വീടുകൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടുകളാണ് കേട്ടോ. എല്ലാം വൃത്തിയുള്ള നല്ല പെയിൻ്റ് അടിച്ച നല്ല മനോഹരമായിട്ടുള്ള വീടുകളാണ്. എല്ലാ വീടിൻ്റെ മുന്നിലും കോലം വരച്ചിരിക്കുന്നത് കാണാം. എല്ലാം അത്യാവശ്യം വലുപ്പമുള്ള വീടുകളാണ്. നമ്മുടെ സിറ്റിയിലെ വീടിൻ്റെ അത്ര വലുപ്പം ഇല്ലെങ്കിലും നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ല വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്ന് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഒട്ടുമിക്ക കുട്ടികളും ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. ചില കുട്ടികൾ മാത്രം, വളരെ ചുരുക്കം കുട്ടികൾ മാത്രം 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അത് ഇവർക്കുള്ള ഈ യാത്രാ സൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം, ഇവർ സിറ്റിയിൽ പോയിട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം ഇവർ വീണ്ടും സ്കൂളിൽ പോവാതെ അവിടെ തന്നെ ആയിപ്പോയത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് മെയിൻ റോഡാണ്. ഈ റോഡ് വന്നാൽ മാത്രമേ ഇവരുടെ മറ്റ് ജീവിത നിലവാരത്തിലും മറ്റു കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഡെവലപ്മെൻറ്റ് വരുള്ളൂ. അങ്ങനെ നമ്മൾ വെള്ളഗവി വില്ലേജും കഴിഞ്ഞ് നമ്മൾ ഏകദേശം മുരുകണ്ണൻ്റെ ടെൻറ്റ് സ്റ്റേയിലേക്ക് എത്തി. ഈ കാണുന്ന കോമ്പൗണ്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ മുരുകണ്ണൻ്റെ ടെൻറ്റ് സ്റ്റേ ആണ്. നമുക്ക് നല്ല പ്രൈവസി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്കിവിടെ ആളുകൾ താമസിക്കുന്നതുകൊണ്ട് വില്ലേജ് നിവാസികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വില്ലേജ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാലാണ് ഈ ടെൻറ്റ് സ്റ്റേയിൽ എത്തുക. ഒരു ചെറിയ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ഈ ടെൻറ്റ് സ്റ്റേ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം. നല്ല വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും ഇവിടുത്തെ ബുക്കിംഗ് ഡീറ്റെയിലും ഒക്കെ നമുക്ക് ടെൻറ്റ് സ്റ്റേയിൽ എത്തിയിട്ട് നമുക്ക് പറയാം. ഈ കാണുന്ന എൻട്രൻസ് ആണ് ക്യാമ്പ് ഷെഡിൻ്റെ എൻട്രൻസ്. ഇതിലൂടെ നമ്മൾ ക്യാമ്പ് ഷെഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കടന്ന് അപ്പുറത്താണ് നമ്മുടെ ടെൻറ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെൻറ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വ്യൂ പോയിൻറ്റിന് അഭിമുഖമായിട്ടാണ്. നമ്മൾ ഈ ടെൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ മലയും അതുപോലെ തന്നെ കോടയൊക്കെ ഇറങ്ങുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത്രയും അധികം ട്രക്ക് ചെയ്ത് ഇത്രയും ഹൈറ്റിൽ വന്ന് ഇതുപോലത്തെ ഒരു ക്യാമ്പ് സൈറ്റിൽ താമസിക്കുക എന്ന് പറയുന്നത് നല്ല വൈബാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ ഈ വെള്ളഗവി വില്ലേജിലെ ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ വന്ന് താമസിക്കുക.
താമസിക്കണം. നമ്മൾ പലപ്പോഴായിട്ട് കൊടൈക്കനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലേക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ട് മടങ്ങാറാണ് പതിവ്. പക്ഷേ ഇതുപോലെ തന്നെ വെള്ളഗവി പോലെ തന്നെ വില്ലേജുകളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് വന്ന് ഇതുപോലത്തെ ഒരു ക്യാമ്പ് സൈറ്റിൽ താമസിച്ച് ഇതായി മുന്നിൽ കാണുന്ന പോലത്തെ വ്യൂ കാണുക എന്ന് പറയുന്നത്, നമ്മളെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന വ്യൂ ആട്ടോ ഈ കാണുന്നത്. അടിപൊളി വ്യൂ ആവും. നല്ല ദൂരത്ത് ഇതുപോലെ തന്നെ കോട ഇറങ്ങി വരുന്ന നല്ല മലനിരകളും ഇതിൻ്റെ താഴെ കാണുന്നതൊക്കെ കമ്പം തേനി ഏരിയകളാട്ടോ. ഇത് ചുറ്റുവട്ടത്തും 360 ഡിഗ്രിയിൽ ഇതുപോലത്തെ മലനിരകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാ ക്യാമ്പ് സൈറ്റിലെ പോലെ തന്നെ ഇവിടെയും നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ കൂടി കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടുത്തെ മുരുകണ്ണൻ്റെ ഫാദർ നമുക്ക് ഈ കൊടൈക്കനാലിൻ്റെ സ്റ്റോറിയൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കേട്ടോ. നമുക്ക് കൊടൈക്കനാലിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഈ വെള്ളഗവീൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളതൊന്നും ജസ്റ്റ് ഇദ്ദേഹം തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. நாங்கள் 5 வீட்டுக்காரன் அங்கிட்டு ஒருத்தன் இங்கிட்டு ஒருத்தன் அப்படி இப்படி இருந்தோம். அப்புறம் எல்லாமே ஒரு சாமி இப்போ சொன்னோம்ல பைரவ சாமிங்கிறது ஒன்று சேர்த்திருச்சு. அப்போ நாங்கள் இருக்கும்போது வெள்ளைக்காரன் நாங்கள் வெட்டி வந்தோம்ல தடம் வழி, அந்த வழியிலேயே வெள்ளைக்காரன் உள்ள வந்துட்டான். அவன் பேர் வாடு. அந்த வெள்ளைக்காரன் நினச்சி வந்தது என்னன்னாக்கா, கொடைக்கானல் ஒரு மலைப்பிரதேசமாக தெரியுது. கொடைக்கானலில் பேர். அதுக்கு பின்னாடி நம்மளை மாதிரி ஆளுங்க கோடை காலத்தில் ஃபஸ்ட்டு அந்த கொடைக்கானலுக்கு வர்றதுனால கொடைக்கானல் வச்சாங்க. உண்மையான பேர் கொடைக்கானல் இல்லை. நான் அந்த வெள்ளைக்காரை வந்துட்டு இந்த ஊரில் அவன் கொஞ்சம் பால் மாவம் கொஞ்சம் கோதுமை குருணை இதெல்லாம் கொண்டு வந்து இவங்க கிழங்கு தேன் இதை சாப்பிட்டுக்கிட்டு இருந்திருக்காங்க முதல்ல. அதுக்கு பின்னாடி இவன் கொஞ்சம் கொடுக்க அதை வாங்கி சாப்பிட்டுக்கிட்டு அவன் ஐடியா கொடுத்துருக்கான். ஆனால் அவன் திருட்டு பையன் இங்கேருந்து போய் கொடைக்கானலில் வெட்டி தெளித்து பார்த்துட்டு அங்கே இருக்க கணினி வனங்கள் இருக்குல்ல, தங்கம் வெள்ளி பித்தளை இரும்பு இந்த இருக்குல்ல, இதுகளை எடுத்துடணும் நம்ம நாட்டுக்கு கொண்டு போகிறதுக்கு, இல்லை நம்ம உபயோகத்துக்கு எடுத்துக்கணும்னு சொல்லி அவன் வந்தவன். ஆனால் அங்கே போய் பார்த்தோன்னா அவனுக்கு என்ன ஆச்சுனாக்கா, பிரிட்டிஷில் இருக்கிறவன் இதே சீதோஷ்ண நிலை தானே நம்ம இருக்கிறோம், நம்மளை மக்களை கொண்டு வந்து ஏன் இங்கே வாழ வைக்கக்கூடாதுன்னு அவன் மனசு மாறிடுச்சு. அதுக்கு பின்னாடி இங்கே திரும்ப வெள்ளைக்கு வந்து அவங்க கர்னல் ஒருத்தர் மதுரையில் இருந்திருக்காரு. அவரை போய் பார்த்து பேசி திரும்ப கொஞ்சம் அதிகமாக ஜாமான் கொண்டு வந்து கொடைக்கானலில் வெட்டி தெளித்து பார்த்து 2 குளத்தை கண்டுபிடிச்சது நாங்கள் தான். இப்போ இருக்கிற குளம் போட்டு அது பேரிச்சோம், அதையும் கண்டுபிடிச்சது நாங்கள். கொடைக்கானலுக்கு முன்னாடி 120 குடும்பம் இருந்தது. இப்போ 90 குடும்பம் தான் இருக்குது. 30 குடும்பம் வெளியே போயிடுச்சு. அதாவது பிழப்புக்காக வேண்டி, 2வது நிலம்பலம் வாங்கி, 3வது படிப்புக்காக வேண்டி, ஒரு சிலர் உடம்பு சரியில்லாததுக்கு. திருப்பூரில் 6 பேர் கம்பெனி வச்சுருக்காங்க, பனியன் கம்பெனி. இங்கே இருக்கா அப்படியா? அப்போ இங்கே திருப்பி இருக்கா கோவிலில் வரும். இந்த 90 ஃபேமிலிக்கு என்ன இன்கம் என்ன வேலை செய்ய அதை வச்சு வேலை என்ன அவங்களுக்கு நிலம் இருக்கு. எங்க இங்கே இருக்கு, இங்கே சுற்றுப்பாடு இருக்கு. 2 ஏக்கர் முதல் இப்போ 40 ஏக்கர் வரைக்கும் இருக்குது. அவங்க இதை வேலை செஞ்சு கிருஷி சாப்பிட்டுருவாங்க. கிருஷி தான். என்ன கிருஷி? ஒரு வருஷம் விளையும், ஒரு வருஷம் விளையாது. ஒரு வருஷம் விளையிற இடத்துல பக்குவப்படுத்தி வச்சுக்கிடுவாங்க அந்த பணத்துகளை. மறு வருஷம் விளையிலனாக்கா அந்த இதை வச்சு சாப்பிட்டு மறு வருஷம் விளையும் நிச்சயம். അതിൽ എന്താ മാറ്റം? ഒരു പ്രാവശ്യം കിട്ടിയാല് ആ പൈസ ഒരു പ്രാവശ്യം ഉണ്ടാവില്ല, അടുത്ത പ്രാവശ്യം ഉണ്ടാവും. എന്തൊക്കെ കൃഷിയാണെന്ന് വെച്ചുകൂടെ? എന്നെ ഇത് പണിട്ട് இருக்கீங்க? കാപ്പി, ഏലം, മിളക്, കുരുമുളക്, അവക്കോട. ഇതിലെ മെയിൻ അവക്കോട മെയിനാ ഇങ്ങ. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൻ്റെ കഥകളൊക്കെ കേട്ടു. ഇനി നമ്മൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മുടെ വില്ലേജിലേക്കൊന്ന് ഇറങ്ങാം. ഇവിടുത്തെ വില്ലേജ് ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, അവരുടെ അമ്പലങ്ങളൊക്കെ ഒന്ന് കാണണം. അതുപോലെ തന്നെ നമുക്ക് അവിടെ നേരത്തെ പറഞ്ഞല്ലോ അവിടുത്തെ കുട്ടികളോടൊക്കെ ഒന്ന് സംസാരിച്ച് നമുക്കങ്ങനെ മൊത്തത്തിലൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ വില്ലേജിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ കോമ്പൗണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ട 2 രൂപങ്ങളാണ്, അമ്പലങ്ങളാണ്. ഈ അമ്പലങ്ങളിലൊക്കെ ഒറ്റക്കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള പ്രതിമകളാണ് കേട്ടോ. ഇവിടുത്തെ പണ്ട് കാലങ്ങളിൽ ജൈനന്മാരുടെ കാലത്താണ് ഈ ഒറ്റക്കല്ലിൻ്റെ പ്രതിമകളും അതുപോലെ തന്നെ ഒറ്റക്കൽ സ്തൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒറ്റക്കല്ലിലുള്ള കൊത്തുപണികളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവരുടെ അമ്പലങ്ങളിലും അതുപോലെ തന്നെ ഇവരുടെ വീടുകളിലും വീട്ടിലെ സ്തൂപങ്ങളൊക്കെ അങ്ങനെയാണ്. ഇത് ടൗണിലേക്കായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള കുതിര റെഡിയാക്കിയിരിക്കുകയാണ്. ടൗണിക്കാ കൊടൈക്കനാൽക്കാ
ഇതാണ് ഇവിടുത്തെ വീടുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല പെയിന്റ് അടിച്ച വീടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ വീടുകളുടെ മുന്നിലും കോലമൊക്കെ ഉണ്ടായിരിക്കും. എല്ലാ വീടുകളുടെ മുന്നിലും കോലം വരച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടാണ് ഇവരുടെ പെയിന്റിംഗ് ഒക്കെ. നമ്മളൊക്കെ നാട്ടിൽ ഏതെങ്കിലും ഒരു കളറ് ലൈറ്റ് കളർ പെയിന്റ് ഒക്കെ അടിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ വീടുകളൊക്കെ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ട് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള വീടുകളാണ്. ആ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ അമ്പലമാണ് ഈ കാണുന്നത്. ഈ നിർമ്മിതിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഒറ്റക്കല്ലിൽ ഒരു കരിങ്കല്ലിനെ കൊണ്ട് തന്നെ കൊത്തിപ്പണിത് ഉണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ്. ഇതിൻ്റെ തൂണുകളൊക്കെ ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് ഏകദേശം ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ഇതൊക്കെ കൊത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഈ മലമുകളിൽ ഏറ്റി വന്നിട്ടാണ്. ഇവർക്ക് വാഹന സൗകര്യങ്ങളോ മറ്റോ ഒന്നുമില്ല. ഈ കല്ല് ഒന്നെങ്കിൽ ഇവിടുന്ന് തന്നെ കൊത്തി ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ താഴ്ന്ന് ഈ കല്ല് ചുമന്നു കൊണ്ടുവരാൻ എന്തായാലും ഇവർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. ഇവിടുന്ന് തന്നെ കല്ലുകൾ സംഘടിപ്പിച്ചിട്ട് അത് കൊത്തി ഉണ്ടാക്കിയതാണ് ഈ ഒരു അമ്പലം. മാത്രമല്ല, ഇതിൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു ലൈറ്റ്, ഈ സ്തൂപം ഇല്ലേ, നമ്മുടെ സാധാരണയൊക്കെ പിച്ചളയിലൊക്കെ നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. പക്ഷേ ഈ കാണുന്ന ഈ ഒരു സ്തൂപം ഒറ്റ കരിങ്കല്ലാണ്. ഒരു കരിങ്കല്ല് തന്നെ ഇത്രയും നീളത്തിൽ അവർ കൊത്തി ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ നല്ലൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വില്ലേജിൽ അതുപോലെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ തന്നെ വില്ലേജിലേക്കൊന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ തുടക്കത്തിൽ കാണിച്ചു തന്ന ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരുപാട് കൊത്തുപണികളുണ്ട് ഇവിടെ. എല്ലാ അമ്പലത്തിലും അതുപോലെ തന്നെ ഒരുപാട് കൊത്തുപണികൾ കഴിഞ്ഞ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ ഉണ്ട്. ഒന്നിൻ്റെയും പേര് നമുക്കറിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് എല്ലാം അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോരോ ദൈവങ്ങളാണ്. അവരുടെ ദൈവങ്ങൾക്ക് ഓരോരോ രൂപങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എല്ലാ അമ്പലത്തിലും കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 24ഓളം അമ്പലങ്ങളുണ്ട് ഇവിടെ. ചെറുതും വലുതുമായിട്ടുള്ള 24ഓളം അമ്പലങ്ങൾ ഇവിടെയുണ്ട്. ഇതാ ഈ കാണുന്നത് ഇവിടുത്തെ വലിയൊരു അമ്പലമാണ്. ഇതാണ് ഈ വില്ലേജിലേക്കുള്ള എൻട്രൻസ്. ഈ എൻട്രൻസ് തന്നെ ഒരു അമ്പലമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഏരിയ ആയി. അപ്പോൾ ഈ അമ്പലം കടന്നിട്ട് വേണം നമ്മൾ വില്ലേജിലേക്ക് വരാൻ വേണ്ടിയിട്ട്. அது ஸ்கூலு. ஆமாம், அது ஸ்கூலு 5th ஸ்டாண்டர்டோட இருக்குது. ஓகேவா? இங்கே வந்து டீச்சர்ஸ் வந்து வீக்லி ஒன்ஸ் வந்து இங்கே ஸ்டே பண்ணிவிட்டு அந்த மணி போகும். ஓகே. இது இந்த ஸ்கூல் வந்து 5ஆம் கிளாஸ் வரை இருக்கும். இருக்குது. ஓகே ஓகே. ஓகே, இது 5ஆம் கிளாஸ் வரை. டீச்சர் ஒரு வீக்ல வந்து இங்க வந்து ஸ்டார்ட் பண்ணும். வீக்லி 5 days வந்து இருந்துட்டு அப்புறம் திரும்ப ஊருக்கு போய் திரும்ப வரும். ஓகே ஓகே. சாட்டர்டே சண்டே ஊருக்கு போயிட்டு திரும்ப வரும். ஓகே. அது வந்து செம்பு போட்ட மாதிரி அதை வாங்க முடியாது, விற்க முடியாது. அதை நம்ம எவ்வளோ வருஷம் யூஸ் பண்ணிக்கலாம். இது கவர்மெண்ட் பகிர்ந்து கொடுத்ததா இல்லைன்னா கவர்மெண்ட் அப்படியா? ஒரு ஏக்கர் 5 லட்ச ரூபா வரணும். ஒரு ஏக்கர் 5 லட்ச ரூபா. ரோடு போட்டாங்கன்னா கொஞ்சம் ரேட்டு அதிகமாக இருக்கும். ஆமா, இப்போ அதுவும் அதுக்கு முன்னுக்கு வாங்கினது. ரோடு வருமா இங்க? ஏதோ தகவல் நடந்துட்டு இருக்கா ரோடுக்கு? ரோடு வாங்கி நான் முதலமைச்சர் பார்வையிலே தான் சிஎம் அப்ரூவ் கொடுத்துட்டாங்க. அந்த எலெக்ஷன் டயத்தில் அனுசரிச்சு தான் அவங்க அந்த இதில் அனுசரிச்சிருக்காங்க. இப்போ நாடாளுமன்ற எலெக்ஷன் முடிஞ்சிருக்குல்ல, இப்போ ஆர்டர் ஆயிருக்கு. அடுத்த ஒரு வருஷத்துல பாதியை கொண்டு வரும்போது அப்படியே கவர் பண்ணி போகிற மாதிரி வரும். சரி வா போய்க்கு. ഭൈരവൻ 2010 ഉണ്ടാക്കിയതാ. കായ്പൊടി പാക്കടിയിടാ. കായ്പൊടി
ഇത് കാപ്പിപ്പൊടി ഒരു കാപ്പി കുത്തി ഉണ്ടാക്കുന്ന അല്ലേ? உனக்கு வேண்டி சமைச்சு கேரளாக்காரங்க வந்து 1000 ரூபாய்க்கு வாங்குறாங்க. 1 கிலோ 1 കിലോ 1000 രൂപ. അപ്പോൾ നമ്മളെ വെള്ളഗവി ട്രക്കിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ ബുക്ക് ചെയ്യാനുള്ള മുരുകണ്ണൻ്റെ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിലും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓൾഡ് കൊടൈ കഫേ എന്നാണ് നമ്മുടെ മുരുകണ്ണൻ്റെ ഈ ടെൻറ്റ് സ്റ്റേയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് ബുക്കിംഗ് എടുത്ത് വരാവുന്നതാണ്. മുരുകണ്ണൻ്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇവിടേക്കുള്ള റൂട്ടും ഇതിൻ്റെ ഡീറ്റെയിലും ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.